Okay, hi, hello, welcome back to One Nice Academy. So, 21st ഓഗസ്റ്റിലെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ കുറച്ചധികം ആർട്ടിക്കിൾസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ന്യൂസ് പേപ്പർ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്ത് തരാം. ഇന്നത്തെ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഡിസ്കസ് ചെയ്ത് നമ്മുടെ സെഷൻ ചിലപ്പോൾ ഒരു 1 hourന്റെ മുകളിലേക്ക് പോകും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആർട്ടിക്കിൾ പറഞ്ഞിട്ടുള്ളത് സുപ്രീം കോർട്ട് ഫോംസ് ടാസ്ക് ഫോഴ്സ് ടു എൻഷുർ ഡോക്ടർ സേഫ്റ്റി. അപ്പം ഈ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഒരു ഇൻസ്റ്റഗ്രാം റീൽ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് നോക്കുക. അത് സുപ്രീം കോർട്ടിൽ ഡയറക്ടർ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറയുന്ന ഒരു കാര്യമാണ്. അതായത് സുപ്രീം കോർട്ട് ഒരു പുതിയൊരു ടാസ്ക് ഫോഴ്സ് ഡോക്ടേഴ്സിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ റെക്കമെൻഡേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു നാഷണൽ ടാസ്ക് ഫോഴ്സിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സും ഡിഫറെന്റ് റീജിയനിൽ നിന്നുള്ള ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടാസ്ക് ഫോഴ്സ് അനുപോസ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ആർട്ടിക്കിൾസ് നോക്കാനുള്ളത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ നോക്കാനുള്ളത് ആഫ്റ്റർ ബാക്ക്ലാഷ് യൂണിയൻ ഗവൺമെന്റ് ഓർഡേഴ്സ് ക്യാൻസലേഷൻ ഓഫ് ലാറ്ററൽ റിക്രൂട്ട്മെന്റ്. കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു ലാറ്ററൽ എൻട്രി അല്ലെ, സീനിയർ ഗവൺമെന്റ് പോസ്റ്റിലേക്കുള്ള ഒരു ലാറ്ററൽ എൻട്രി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിന് ഓപ്പോസിഷൻ പാർട്ടി പലതരത്തിലുള്ള ആർഗ്യുമെന്റ്സും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ യൂണിയൻ ഗവൺമെന്റ് ആ ഒരു ലാറ്ററൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ യൂണിയൻ മിനിസ്റ്ററിൽ നിന്ന് മിനിസ്റ്റർ ജതീന്ദ്ര സിംഗിൽ നിന്ന് ഒരു ലെറ്റർ UPSCയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ UPSC ആ ഒരു ഓർഡർ കിട്ടിയതിനു ശേഷം ആ ഒരു ലാറ്ററൽ റിക്രൂട്ട്മെന്റ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ എന്തായിരുന്നു ഇഷ്യൂ എന്നുള്ള കാര്യങ്ങൾ ഒന്ന് റീകോൾ ചെയ്ത് നോക്കാം. SC/ST റിസർവേഷൻസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ അത്തരം കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മുകളിലേക്ക് എത്താൻ പറ്റില്ലായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സോ അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഈ ഒരു ലാറ്ററൽ എൻട്രി ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോളിയോ കേസസ് ഇൻ മേഘാലയ ഈസ് വാക്സിൻ ഡിറൈവ്ഡ് സെയ്സ് ഒഫീഷ്യൽ. എന്താണ് വാക്സിൻ ഡിറൈവ്ഡ്? ഇപ്പൊ പോളിയോ 2014 പോളിയോ ഫ്രീ കൺട്രി ആയിട്ട് WHO നമ്മുടെ ഇന്ത്യനെ പോളിയോ ഫ്രീ കൺട്രി ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഏകദേശം ഒരു ബില്യൺസ് ഓഫ് ആളുകളിലേക്ക് നമ്മൾ പോളിയോ വാക്സിൻസ് കൊടുക്കാറുണ്ട്. ഓക്കെ, ബില്യൺസ് ഓഫ് ചിൽഡ്രൻസിലേക്ക്. സോ ഇതിൽ വളരെ ചുരുക്കം ഒരു 700-800 കേസുകൾ മാത്രമാണ് പോളിയോ കേസുകൾ കാണാറുള്ളൂ. സോ അതുകൊണ്ട് തന്നെയാണ് WHO നമ്മുടെ ഇത് പോളിയോ ഫ്രീ കൺട്രി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ മേഘാലയയിൽ ഇപ്പം നിലവിൽ ഒരു പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു പോളിയോ കേസ് എന്താണ്? വാക്സിൻ ഡിറൈവ് ചെയ്തിരിക്കുന്ന കേസുകളാണ്. നിലവിൽ എല്ലാ തരത്തിലുള്ള പോളിയോ കേസുകളും വാക്സിൻ ഡിറൈവ് ചെയ്തിരിക്കുന്ന കേസുകളാണ്. അപ്പൊ എന്താണ് വാക്സിൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത്? സിമ്പിൾ മീനിങ്, നമുക്ക് വാക്സിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനാക്റ്റീവ് ആയിട്ടുള്ള വൈറസുകളായിരിക്കും. സോ ഈ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള വൈറസുകളായിരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത് ആസ് ലൈക്ക് COVID-19 വാക്സിൻ. സോ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂണൽ സിസ്റ്റം എന്താണ് ട്രിഗർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇമ്മ്യൂണൽ സിസ്റ്റം ആ ഒരു വൈറസിനെ കില്ല് ചെയ്യാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു ഇമ്മ്യൂണൽ സിസ്റ്റം ട്രിഗർ ചെയ്യുന്നു. ആ ട്രിഗർ ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. സോ അങ്ങനെയാണ് വാക്സിൻസ് വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ ഇനാക്റ്റീവ് ആയിട്ടുള്ള പോളിയോ വൈറസിനാണ് നമ്മൾ ഓറൽ വഴി കുട്ടികളുടെ മതത്തിലേക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കുന്നത്. സോ അതിൽ നിന്ന് ചില ഇമ്മ്യൂണൽ ഇപ്പൊ ലോ ഇമ്മ്യൂണിറ്റി ഉള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ആ ലോ ഇമ്മ്യൂണിറ്റി ഉള്ള ആളുകൾക്ക് ആ ഒരു വാക്സിൻസ് ആ ഒരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഓട്ടോമാറ്റിക്കലി ആ ഒരു വൈറസ് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും, ശരീരത്തിൽ ആക്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന വാക്സിൻസ് എന്തായി മാറും? ഓട്ടോമാറ്റിക്കലി നമുക്ക് പോളിയോ വൈറസ് ആയിട്ട് മാറും. ഓക്കെ, സെയിം സിറ്റുവേഷൻ നമ്മുടെ COVID-19 സിറ്റുവേഷനിൽ കോവിഡ് വാക്സിൻസ് എങ്ങനെയാണ് നമുക്ക് ബാക്ക്ലാഷ് ചെയ്തിരിക്കുന്നത്? സെയിം കണ്ടീഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ന്യൂസ് പേജസ്. ഓക്കെ, ന്യൂസ് പേജിലെ ഫസ്റ്റ് ആർട്ടിക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോസ് ആർ നോട്ട് ഇനഫ് വെൻ സേഫ്റ്റി നോംസ് ഇൻ ഹോസ്പിറ്റൽസ് ആർ ലോ. സുപ്രീം കോർട്ട് നമ്മുടെ കൊൽക്കത്ത റേപ്പ് ആൻഡ് മർഡർ കേസിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഒബ്സർവേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒബ്സർവേഷൻസ് ആണ് നമുക്ക് ഇന്നത്തെ ന്യൂസിൽ കൂടുതലും ഫോക്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോ എത്ര സ്ട്രിഞ്ചന്റ് ആയിട്ടും കാര്യമില്ല, എന്ത് വേണം? വ്യക്തമായിട്ടുള്ള സേഫ്റ്റി നോംസ്, ഹോസ്പിറ്റൽസിലൊക്കെ സേഫ്റ്റി നോംസ് ആവശ്യമായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങളെ കൊണ്ട് ഇവരെ രക്ഷിക്കാൻ സാധിക്കില്ല. എസ്പെഷ്യലി വുമൺ ഡോക്ടേഴ്സിനുള്ള പ്രയർ റൂംസ്, അതുപോലെ തന്നെ കൺസൾട്ടേഷൻ റൂംസ്, ഓക്കെ, ഡ്യൂട്ടി റൂംസ്, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന സ്പെഷ്യൽ അമ്യൂണിറ്റീസ് മെഡിക്കൽ പ്രൊഫഷണൽസിന്
നൽകിയിരിക്കണം. ഇല്ലാത്ത അത്രയും കാലം വരെ നിയമങ്ങൾ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമാണ് സുപ്രീം കോടതി ഒബ്സർവേഷൻ നൽകിയിട്ടുള്ളത്. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പം റീസെന്റ് ആയിട്ട് നാഷണൽ ടാസ്ക് ഫോഴ്സ്, ഇതിന് ശേഷമാണ് നാഷണൽ ടാസ്ക് ഫോഴ്സിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ഇമ്പോർട്ടന്റ് അല്ല. ഇമ്പോർട്ടന്റ് അല്ലാതെ ഞാൻ റെഡിൽ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. റെയിൽവേ മിനിസ്റ്ററി പുട്സ് ഓൺ ഹോൾഡ് അപ്പോയിന്റ്മെന്റ് ടോപ്പ് പോസ്റ്റ്. ഓക്കെ, ഇതില് റെയിൽവേ മിനിസ്റ്ററി നമുക്ക് റെയിൽവേയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ് ഏകദേശം 3 രീതിയിലാണ് പോകുന്നത്. ഓക്കെ, IRMS വഴി, അതുപോലെ തന്നെ ദാറ്റ് മീൻസ് സിവിൽ സർവീസ് എക്സാമിനേഷനിലൂടെ നമുക്ക് IRMS വഴി ഇന്ത്യൻ റെയിൽവേ സർവീസിലേക്ക് കയറാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്, UPSC കണ്ടക്ട് ചെയ്യുന്ന മറ്റൊരു എക്സാമിനേഷനാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്. സോ ആ ഒരു എഞ്ചിനീയറിംഗ് സർവീസ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ അപ്രന്റീസ് കാറ്റഗറി, ഈ 3 കാറ്റഗറി വഴിയാണ് റെയിൽവേയിലേക്കുള്ള ആളുകളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. സോ ഇവിടെ വന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ലെവൽ അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ ഹൈ ലെവൽ പോസ്റ്റിലേക്ക് സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തിട്ടുള്ള IRMS ഒഫീഷ്യൽസിനെയാണ് ഇവരോട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ റെക്കമെൻഡേഷൻ വന്ന സമയത്ത് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിലൂടെ വന്നിരിക്കുന്ന ആളുകൾക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അവർ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു ഞങ്ങളാണ് കുറച്ചുകൂടി ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ. ഏത് ബേസിലാണ് നിങ്ങൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തിട്ടുള്ള IRMSലേക്ക് വന്നിരിക്കുന്ന ആളുകൾ ഹയർ പോസ്റ്റിലേക്ക് എത്തിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സെയിം കണ്ടീഷൻ ഓപ്പോസിറ്റ് പാർട്ടിയും ലോക്സഭയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് റെയിൽവേ മിനിസ്റ്റർ എന്ത് ചെയ്തു, ആ ഒരു അപ്പോയിന്റ്മെന്റ്സ് ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചു. ഓക്കെ, നെക്സ്റ്റ് ആളുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് മിനിസ്റ്ററി ടു പ്രൊവൈഡ് ആഡഡ് സെക്യൂരിറ്റി ടു ഹെൽത്ത് കെയർ എംപ്ലോയീസ്. ഈ ആർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നമുക്ക് ആസ് എ വേ ഫോർവേഡ്, ഇപ്പൊ മെയിൻസിലേക്ക് തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് സെക്ടേഴ്സിലേക്കുള്ള ഒരു വേ ഫോർവേഡ് നമ്മളോട് തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു അങ്ങനെ ഇത്തരം ആർട്ടിക്കിൾസിൽ വരുന്ന കാര്യങ്ങളൊന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഹെൽത്ത് മിനിസ്റ്ററി കുറച്ച് സെക്യൂരിറ്റി പ്രൊവിഷൻസ് പറയുന്നുണ്ട് ഹെൽത്ത് കെയർ എംപ്ലോയീസിന് വേണ്ടിയിട്ട്. സോ എന്തൊക്കെയാണ്, CCTV ക്യാമറാസ്, ഹോസ്പിറ്റലിന്റെ എല്ലാ സ്ഥലത്തും CCTV ക്യാമറാസ്, അതുപോലെ തന്നെ ഹൈ റിസ്ക് സോൺസുകൾ ആയിട്ട് തരംതിരിക്കുക. ഏതൊക്കെയാണ് ഹൈ റിസ്ക് സോൺസുകൾ, അതായത് തരംതിരിക്കുക. അവിടെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള CCTV 24/7 സർവൈലൻസുള്ള CCTV സർവൈലൻസ് വെക്കുക. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ടുകൾ എവിടെയൊക്കെയാണ്, അതായത് ഇത്തരം ഇഷ്യൂസുകൾ നടക്കാൻ പോകുന്ന ഡാർക്ക് സ്പോട്ടുകൾ എവിടെയൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ മോക്ക് ഡ്രിൽസുകൾ സംഘടിപ്പിക്കുക. ഓക്കെ, ദെൻ വുമൺ എംപ്ലോയീസ് അല്ലെങ്കിൽ വുമൺ ഹെൽത്ത് പ്രൊഫഷണൽസിന് ഒരിക്കലും നൈറ്റ് ഡ്യൂട്ടിയിൽ അലോൺ ആയിട്ട് ഇരുത്താൻ പാടില്ല. അതുപോലെ തന്നെ സ്ട്രിക്ട് മോണിറ്ററിംഗ് ആവശ്യമായിട്ടുണ്ട് എൻട്രി ആൻഡ് എക്സിറ്റ് പോളിലേക്ക്. ഓക്കെ, പേഷ്യൻസിന്റെ ഇടയിലും ഒരു മോക്ക് ഡ്രിൽസുകൾ, എമർജൻസി സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള നോംസ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ആസ് എ വേ ഫോർവേഡിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പോയിന്റ്സുകൾ നിങ്ങൾക്ക് ഈ വരുന്ന ഒരു 1 or 2 വീക്സിൽ വരുന്ന ന്യൂസ് പേപ്പറിൽ കിട്ടും. എല്ലാ പോയിന്റ്സും നോട്ട് ഡൗൺ ചെയ്യാം. തീർച്ചയായിട്ടും UPSC നെക്സ്റ്റ് ഇയർ മെയിൻസിന് ചോദിക്കാൻ വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ബിക്കോസ് സുപ്രീം കോടതി വരെ അത്രയും ചർച്ച ചെയ്തിരിക്കുന്നതാണ് വുമൺ സേഫ്റ്റി ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ വുമൺ സേഫ്റ്റി അതർ വർക്ക് പ്ലേസസ്. എങ്ങനെ വേണമെങ്കിൽ UPSC ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഇത് വളരെ പെർമിയബിൾ ആണ്. ബിക്കോസ് ഇത്തരം കാര്യങ്ങൾ, കാരണം അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ എൻട്രി അതുപോലെ തന്നെ എക്സിറ്റ് കൂടുതലാണ് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലേക്ക്. സോ അവിടെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഡിഫിക്കൽട്ടീസ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. സെവറൽ സ്കീംസ് ഇംപ്ലിമെന്റഡ് ഫോർ ഹാൻഡ്ലൂം സെക്ടേഴ്സ്, ടെക്സ്റ്റൈൽ മിനിസ്ട്രി. ഇവിടെ നമുക്ക് നോക്കുകയാണത് ടെക്സ്റ്റൈൽ മിനിസ്റ്ററി ഇപ്പം ടെക്സ്റ്റൈൽ സെക്ടറിലേക്ക്, ഹാൻഡ്ലൂം സെക്ടേഴ്സിലേക്ക്, ഇതും ലോക്സഭയിലുള്ളൊരു സെഷനിന് ശേഷം ഹാൻഡ്ലൂം സെക്ടേഴ്സിലേക്കുള്ള ഡബിൾ ടാക്സേഷൻ സിസ്റ്റത്തിനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് ലോക്സഭയിൽ. അപ്പൊ ഹാൻഡ്ലൂം സെക്ടേഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഡബിൾ ടാക്സേഷൻ ആണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ ഡൈ, ക്ലോത്ത് കാര്യങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത്, അതായത് റോ മെറ്റീരിയൽസ് വാങ്ങുന്ന സമയത്ത് ഒരു ടാക്സ് ഈടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫൈനൽ ഇവരൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ പ്രൊഡക്റ്റിനും ഒരു ടാക്സ് ഈടാക്കാറുണ്ട്. ഓക്കെ, സോ ഈ ഒരു ടാക്സേഷൻ സിസ്റ്റം പലപ്പോഴും ഈ ഹാൻഡ്ലൂം സെക്ടേഴ്സിന്റെ അകത്ത്, കാരണം ഒരു ഇയർ ഓൾഡ് ആയിട്ടുള്ള കൾച്ചറൽ പ്രാക്ടീസ് ആണ് നമ്മുടെ ഹാൻഡ്ലൂം സെക്ടേഴ്സ് ഏകദേശം ഇൻഡിപെൻഡൻസിന് മുന്നേ തന്നെ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ടാക്സേഷൻ സിസ്റ്റം മാത്രമാണ്. അതുപോലെ തന്നെ ഹാൻഡ്ലൂം സെക്ടേഴ്സിന്റെ അകത്ത് പലതരത്തിലുള്ള സ്കീം, ഇത് കോൺഗ്രസ് പാർട്ടി പാർലമെന്റിൽ അവതരിപ്പിച്ച സമയത്ത് എന്താണ് നമ്മുടെ റൂളിംഗ് പാർട്ടി എന്ന് പറഞ്ഞു, പലതരത്തിലുള്ള അണ്ടർ വീവേഴ്സ്, മുദ്ര ലോൺ, അതുപോലെ തന്നെ കൺസെഷണൽ ക്രെഡിറ്റ് സ്കീം തുടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ഡബിൾ ടാക്സേഷൻ സിസ്റ്റം ജസ്റ്റ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. ഇത് പ്രിലിംസിനൊക്കെ ചോദിക്കാം. ഇൻ ഹാൻഡ്ലൂം സെക്ടേഴ്സ് ഓൺലി സിംഗിൾ ടാക്സേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഓൺലി ഫോർ ഔട്ട്പുട്ട് പ്രൊഡക്ട്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് ആക്കി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ സാധിക്കണം. ഓക്കെ, സോ മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ.
ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ ഇന്ത്യ ജപ്പാൻ കണ്ടക്ട് 2+2 ഡയലോഗ് വിത്ത് ഫോക്കസ് ഓൺ ഇന്തോ പസഫിക്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മുന്നേയുള്ള ന്യൂസ് അനാലിസിന്റെ അകത്ത് ഇന്ത്യ ജപ്പാൻ ഒരു ഡിസ്കഷൻ നടക്കാൻ പോകുന്നുണ്ട്. ഒരു 2+2 ഡയലോഗ് ആണ്. സോ ഇതിന്റെ ഫർദർ പ്രോഗ്രസ് നമുക്ക് വരുന്ന ന്യൂസ് പേപ്പറിൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാജ്നാഥ് സിംഗും എസ് ജയശങ്കറും ആയിരുന്നു നമ്മുടെ ഭാഗത്ത് നിന്ന്. അതുപോലെ തന്നെ അതിന്റെ ഫോറിൻ മിനിസ്റ്ററും അതുപോലെ തന്നെ ഡിഫൻസ് മിനിസ്റ്ററായിരുന്നു ചൈന ജപ്പാന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ദാറ്റ് മീൻസ് 2+2 ഡയലോഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ 2 ഡിപ്ലോമാറ്റ്സ് പ്ലസ് മറ്റു കൺട്രിയുടെ 2 ഡിപ്ലോമാറ്റ്സ്, ഒരു ബൈലാറ്ററൽ റിലേഷൻ ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു ഡയലോഗ്സിന്റെ അകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇന്തോ പസഫിക് സ്ട്രാറ്റജിയാണ്. ഇന്തോ പസഫിക് സ്ട്രാറ്റജി മെയിൻലി നമുക്കറിയാം ആരെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചൈനയുടെ ഈ അഗ്രസീവ് പോളിസി അതിൽ കുറച്ചുകൂടി ആക്റ്റീവായി നിൽക്കാൻ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ണർ എന്ന് പറയുന്നത് ഇന്ത്യക്ക് എപ്പോഴും ജപ്പാനാണ്. സോ ആ ഒരു കാര്യങ്ങളാണ് ഡിഫൻസ് കോപ്പറേഷൻ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യം. ഇന്തോ പസഫിക് സ്ട്രാറ്റജി, ഡിഫൻസ് കോപ്പറേഷൻ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഒന്ന് അപ്ഹോൾഡ് ചെയ്യുക, ഇങ്ങനെ ബേസ്ഡ് ഓൺ ഡെമോക്രാറ്റിക് വാല്യൂസ് ആൻഡ് റൂൾ ഓഫ് ലോ. ഓക്കെ, കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാം. അപ്പം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അഗ്രിമെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഇന്തോ പസഫിക് സ്ട്രാറ്റജീസിലുള്ള ഡയലോഗ്സുകൾ മാത്രമേ ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ സിക്കിംസ് ലാൻഡ്സ്ലൈഡ് ഡാമേജസ് ബിൽഡിംഗ് ഓഫ് NHPC പ്രൊജക്ട്. ഓക്കെ, സിക്കിമിൽ റീസെന്റ് ആയിട്ട് ഗാങ്ടോക്ക് ഡിസ്ട്രിക്റ്റില് ഒരു ലാൻഡ്സ്ലൈഡ് നടന്നിട്ടുണ്ടായിരുന്നു. സോ ആ ലാൻഡ്സ്ലൈഡ്സിന്റെ അകത്ത് നമ്മുടെ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന T-5 ഹൈഡ്രോ പവർ സ്റ്റേഷൻസ് കൊളാപ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറിയൊരു കൊളാപ്സ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഒരു ഓവർഫ്ലോ ആ ഒരു ഹൈഡ്രോ പവർ പ്രൊജക്റ്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആസ് എ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂല് T-5 ഹൈഡ്രോ പവർ പ്രൊജക്ട്സ് മാത്രമാണ് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ സിക്കിം പോലുള്ള ഏരിയാസ് എങ്ങനെയാണ് ഒരു ലാൻഡ് സ്ലൈഡ്സിന് പ്രോൺ ആയിട്ടുള്ള ഏരിയയായി മാറുന്നത്. ഓക്കെ, ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ട് ആ ഒരു കാര്യങ്ങൾ മാത്രം ആ ഒരു ആർട്ടിക്കിൾ നോക്കാൻ ശ്രമിക്കും, ഇൻ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ മാത്രം. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ റേഷൻ ഷോപ്സ് ടു ബി നെയ്മഡ് ജൻ പോഷൻ കേന്ദ്രാസ്. ഇനി മുതൽ നമ്മുടെ റേഷൻ കടകൾ എന്തായിട്ട് അറിയപ്പെടും? ജൻ പോഷൻ കേന്ദ്രാസ് എന്ന ലെവലിൽ അറിയപ്പെടും. റേഷൻ ഷോപ്പിനുള്ള മറ്റൊരു പേരാണ് FSP ഷോപ്സ് എന്ന് പറയും കേട്ടോ. ഫെയർ പ്രൈസ് ഷോപ്സ് എന്നും സാധാരണ റേഷൻ ഷോപ്സുകളെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ റേഷൻ ഷോപ്സിലുള്ള ആളുകൾക്ക്, അതായത് ഡീലേഴ്സിന് ഈ ചെറിയൊരു വിൽപ്പനയിലൂടെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകമായിട്ടുള്ള കച്ചവടങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സെൻട്രൽ മിനിസ്റ്ററി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് റേഷൻ ഷോപ്സിൽ നിങ്ങൾക്ക് ഇനി എന്ത് വിൽക്കാം? ഫുഡ് ഐറ്റംസിന് പുറമെ ആയിട്ട് നിങ്ങൾക്ക് ന്യൂട്രീഷ്യസ് ഫുഡ് പ്രൊഡക്ട്സ് കൂടി നിങ്ങൾക്ക് വിൽപ്പന ചെയ്യാം. അത് FSP ഡീലേഴ്സിന് കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പം റേഷൻ കടയിൽ പോലെ എന്താ നമുക്ക് വിൽക്കുന്നത്? അരി, ഗോതമ്പ് തുടങ്ങിയ കാര്യങ്ങൾ. അതിന് പുറമെ ന്യൂട്രീഷ്യസ് പ്രൊഡക്ട്സ്, ഓക്കെ, കടല, പരിപ്പ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ കൂടി ഡീലേഴ്സിന് ഈ ഒരു FSP വഴി വിൽപ്പന ചെയ്യാം എന്നാണ് പറയുന്നത്. അതുവഴി അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് വേണമെങ്കിൽ ഉണ്ടാക്കാം. അല്ലാതെ അതിന് പുറമെയുള്ള കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഗവൺമെന്റ് സബ്സിഡിയിൽ ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ആർട്ടിക്കിൾ SE സ്ലാംസ് HE സജഷൻസ് ഗിവൻ ടു അഡോൾട്സ് ആൻഡ് ഗേൾസ്. ഇത് നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ നോക്കുന്നതിന് മുന്നേ നമുക്ക് റിട്ടുകൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കുള്ള 5 റിട്ടുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, അതിൽ ക്വോ വാറന്റോ തുടങ്ങിയിരിക്കുന്ന റിട്ടുകൾ എന്താണ്? അപ്പൊ ആ റിട്ടിന്റെ ചെറിയൊരു ഫോർമാറ്റ് നമുക്ക് ഇവിടെ സുപ്രീം കോർട്ട് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഹൈക്കോർട്ട് ഒരു അഡോൾട്സ് ആൻഡ് ഗേൾസ് റീസെന്റ് ആയിട്ട് വെസ്റ്റ് ബംഗാളിൽ ഒരു 14 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു കുട്ടിയെ ഒരു റൊമാൻറ്റിക് കേസസ് എന്ന ലെവലിൽ റേപ്പ് കേസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു റൊമാൻറ്റിക് കേസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ ഹൈക്കോർട്ട് അങ്ങനെയാണ് അത് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. ഇതൊരു റൊമാൻറ്റിക് കേസ് ആണ്. അപ്പൊ 14 ഇയേഴ്സ് ഓൾഡ് ആയ ഗേളിനെ സെക്ഷലി യൂട്ടിലൈസ് ചെയ്തു ഒരു 25 ഇയർ ഓൾഡ് ആയിട്ടുള്ള ഒരു ബോയ്. ഓക്കെ, ഇതിൽ പറഞ്ഞുള്ള കാര്യം അവര് പ്രണയിനികളാണ്. അതുകൊണ്ട് അതൊരു റേപ്പ് കേസ് ആയിട്ട് എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ 25 ഇയർ ഓൾഡ് ആയിരിക്കുന്ന ബോയ്ക്ക് കുഴപ്പമില്ല, അതൊരു റൊമാൻറ്റിക് കേസ് ആയ രീതിയിലാണ് പറഞ്ഞത്. അപ്പം സുപ്രീം കോടതി എന്ത് പറഞ്ഞു? ഹൈക്കോർട്ടിനോട് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ മെൻഷൻസുകൾ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം ആ ഒരു ഹൈക്കോർട്ട് ജഡ്ജായിരിക്കുന്ന അവിടെ പറഞ്ഞു ഇത്തരത്തിലുള്ള സ്പെഷ്യൽ നിങ്ങളുടേതായ രീതിയിലുള്ള ഒരു സ്പെഷ്യൽ കാര്യങ്ങളൊന്നും നൽകേണ്ട കാര്യമില്ല. ഇത് ആസ് പെർ പോക്സോ ആക്ട് ഓഫ് 2012 പ്രകാരമുള്ള കേസാണ്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു ബോയ്ക്ക് എന്ത് കൊടുക്കണം? ശിക്ഷ നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം സുപ്രീം കോടതി എന്ത് ചെയ്തു? സുപ്രീം കോടതി ഹൈക്കോടതിയോട് പറഞ്ഞു ആ ഒരു കേസ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തോളൂ. സുപ്രീം കോടതി സുവോ മോട്ടോ കോഗ്നിസൈസ് ആയിട്ട് ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് ആ കേസ് ട്രാൻസ്ഫർ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ പറഞ്ഞു ഒരു 3 എക്സ്പേർട്ട് കമ്മിറ്റീനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തിനാ എക്സ്പേർട്ട് കമ്മിറ്റീനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഒരു കേസിൽ വ്യക്തമായിട്ടുള്ളൊരു ഐഡന്റിഫിക്കേഷൻ നൽകുക. ബംഗാൾ ഗവൺമെന്റിന് എന്ത് കൊടുത്തു? ബംഗാൾ ഗവൺമെന്റിന് കോർട്ട് ഡയറക്റ്റ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ,
അപ്പൊ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ഹൈക്കോർട്ട് എടുത്തിരിക്കുന്ന ഒരു ജഡ്ജ്മെന്റ്. സാധാരണ ഇന്ത്യയിലുള്ള പല ഹൈക്കോർട്ടുകളും എടുക്കുന്ന ജഡ്ജ്മെന്റുകളോ അല്ലെങ്കിൽ ഒബ്സർവേഷൻസോ പലപ്പോഴും ഫോൾട്ടി ആവാറുണ്ട്. അപ്പം അവിടെ സുപ്രീം കോർട്ട് വന്നിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, അതിനെ സ്റ്റോപ്പ് ചെയ്യാറുള്ളത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം 2 റിട്ടുകൾ യൂസ് ചെയ്യാറുണ്ട്. ഈ 2 റിട്ടുകൾ എന്താണ്, സുപ്രീം കോർട്ട് ഹൈക്കോടതിന്റെ മുകളിൽ ഉപയോഗിക്കുന്ന 2 റിട്ടുകൾ എന്താണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. സോ ദ സെയിം കേസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഓക്കെ, പുതിയൊരു ടേം തന്നെ അവർ കൊണ്ടുവന്നു അല്ലെ, റൊമാൻറ്റിക് കേസസ്. ഇന്നത്തെ കാറ്റഗറി ഓഫ് റൊമാൻറ്റിക് കേസസ് എന്ന ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. ട്രേഡ് ഡിഫൻസ് കൾച്ചർ ടൈസ് ടു ബി ഫോക്കസ് ഡ്യൂറിംഗ് PM വിസിറ്റ് പോളണ്ട്. ഇപ്പൊ പോളണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് യൂറോപ്യൻ കൺട്രിയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ണറാണ്, ഒരു ട്രേഡ് പാർട്ണറാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട്. ഏകദേശം 6 ബില്യൺസിന്റെ അടുത്ത് വരെ നമ്മൾ ട്രേഡിംഗ് നടത്തുന്ന ഒരു യൂറോപ്പിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കൺട്രിയാണ് പോളണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പോളണ്ടിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ഡയസ്പോറ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പോളണ്ടിലാണ്. അപ്പൊ പോളണ്ടുമായിട്ടുള്ള ഈ ഒരു വിസിറ്റിന്റെ അത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതലും ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം യൂറോപ്യനുമായിട്ടുള്ള ട്രേഡ് എക്സ്പാൻഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇൻ ദ കേസ് പോളണ്ടിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടുതൽ ഇന്ത്യൻ ഡയസ്പോറ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റും അതുപോലെ തന്നെ പോളണ്ടുമായിട്ട് ഏകദേശം ഒരു നല്ല രീതിയിലുള്ള റിലേഷൻ. ഇപ്പം യൂറോപ്യൻ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ റീജിയനിലേക്കുള്ള കണക്ഷൻ, അല്ലെങ്കിൽ വെസ്റ്റേൺ ഏഷ്യൻ അതുപോലെ തന്നെ ഈസ്റ്റേൺ യൂറോപ്യൻ റീജിയനിലേക്കുള്ള കണക്ഷൻസ്. ഇപ്പൊ പോളണ്ടിന്റെ ലൊക്കേഷൻ നിങ്ങൾ നോക്കിയാൽ മതി. ഈസ്റ്റേൺ യൂറോപ്പും വെസ്റ്റേൺ ഏഷ്യയിലേക്കുള്ള കണക്ഷൻസ് വ്യക്തമായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിട്ട് നമ്മൾ പോളണ്ടുമായിട്ടുള്ള റിലേഷൻ വെക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പം ഈ പോളണ്ടിന്റെ വിസിറ്റും അതുപോലെ തന്നെ പോളണ്ടും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മാത്രം ആ ഒരു ആർട്ടിക്കിളിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കും. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. സുനിത ആൻഡ് ബേരി വിൽ ബി ഓൺ ISS ലോങ്ങർ ദാൻ എക്സ്പെക്ടഡ്. ഓക്കെ, ഇവിടെ ISS എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്റർനാഷണൽ സ്പേസ് സെന്റർ ആണ് കേട്ടോ. അപ്പം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എക്സ്പെഡിഷൻ 71ന്റെ ഭാഗമായിട്ട് സുനിത വില്യംസും അതുപോലെ തന്നെ ഏകദേശം 9 ക്രൂ മെമ്പേഴ്സ് പോയിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് നിലവിൽ എക്സ്പെഡിഷൻ 71 കഴിഞ്ഞു, അവർക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നില്ല. തിരിച്ചു വരാൻ സാധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്ന ഒരു വാഹനത്തിന്റെ പേരാണ് സ്റ്റാർ ലൈനേഴ്സ്. ഓക്കെ, സ്റ്റാർ ലൈനേഴ്സിൽ ഉണ്ടായിരിക്കുന്ന ഹീലിയം ലീക്കേജും അതുപോലെ തന്നെ അതിന്റെ ത്രസ്റ്റേഴ്സിൽ ഉണ്ടായിരിക്കുന്ന മാൽ ഫംഗ്ഷനിങ് കൊണ്ട് അവർക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവര് പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നെക്സ്റ്റ് ഡേറ്റിലേക്കായിരിക്കും അവര് തിരിച്ച് എർത്തിലേക്ക് വരുന്നത്. അപ്പം ഏകദേശം എക്സ്പെഡിഷൻ 72 വരെ ചിലപ്പം അവര് അവിടെ ഇന്റർനാഷണൽ സ്പേസ് സെന്ററിലേക്ക് നിൽക്കേണ്ടി വരും. ഇൻ കേസ് എന്തെങ്കിലും ആ ഒരു മാൽ ഫംഗ്ഷൻ റെഡി ആയിട്ടില്ല, സ്റ്റാർ ലൈനേഴ്സിന് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാസയുടെ ഒരു സെക്കൻഡ് ഓപ്ഷൻ അവിടെ നിലനിൽക്കുന്നത്, നാസയുടെ ബാക്കപ്പ് പ്ലാൻ ആയിട്ടുള്ള ക്രൂ 9 ഡ്രാഗൺ ടീം സ്പേസ് സെന്ററിലേക്ക് പോകുന്നതായിരിക്കും. സോ ഇവരെ തിരിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സിമ്പിൾ കാര്യം, ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ. സ്റ്റാർ ലൈനേഴ്സ് നെയിംസ് മാത്രമാണ്, വലിയൊരു ആർട്ടിക്കിൾ ആണെങ്കിലും ഇതിൽ നെയിംസ് മാത്രമാണ്. പ്രിലിംസിൽ സയൻസ് ആൻഡ് ടെക് ബേസ്ഡ് ആയിട്ടുള്ള നെയിംസ് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, സ്റ്റാർ ലൈനേഴ്സ് എന്താണ്, അതുപോലെ തന്നെ ക്രൂ 9 ഡ്രാഗൺ കാര്യങ്ങൾ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കട്ടോ. അപ്പൊ അത് മാത്രം പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജൂപ്പിറ്റർ പ്രോബ് ടു സ്റ്റേജ് ഫസ്റ്റ് ലൂണാർ എർത്ത് ഡബിൾ ഫ്ലൈ ബൈ മനോവിയർ. അപ്പം ഇതില് നമ്മുടെ ജൂപ്പിറ്ററിന്റെ അല്ലെങ്കിൽ ഓക്കെ നമ്മുടെ മിൽക്കി വേ ഗാലക്സി സോളാർ സിസ്റ്റത്തിലെ തന്നെ ഏറ്റവും വലിയ മൂൺസുകളായിട്ടുള്ള ജൂപ്പിറ്ററിന്റെ നാച്ചുറൽ സാറ്റലൈറ്റുകളാണ്. എന്തൊക്കെയാണ് ജൂപ്പിറ്ററിന്റെ നാച്ചുറൽ സാറ്റലൈറ്റുകൾ? ഗാനിമേഡ്, കാലിസ്തോ, മറന്നുപോയോ? ഗാനിമേഡും കാലിസ്തോ, പിന്നെ ഓർമ്മയില്ലേ? യൂറോപ്പോ, ഗാനിമേഡ്, കാലിസ്തോ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? സോ ആ 3 നാച്ചുറൽ സാറ്റലൈറ്റിലേക്ക് മൂണിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഈ ഒരു നാസയുടെ യൂറോപ്യൻ ഏജൻസിയുടെ ഒരു മൂൺ എക്സ്പ്ലോറർ പ്രോഗ്രാം, ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂൺ എക്സ്പ്ലോറർ പ്രോഗ്രാം, യൂറോപ്യൻ ഏജൻസിന്റെ കേട്ടോ, നാസ അല്ല, യൂറോപ്യൻ ഏജൻസിന്റെ ഒരു പ്രോഗ്രാമാണ്. സോ അത് ഓഗസ്റ്റ് 1920 സമയത്ത് എർത്തിന്റെ ഓർബിറ്റിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വിടുകയാണ്. അത് എന്തിനാണെന്ന് മിഷൻ എന്തിനാണ് ഇപ്പൊ ജ്യൂസ് മിഷൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ജൂപ്പിറ്ററിന്റെ സാറ്റലൈറ്റ് ആയുള്ള യൂറോപ്പ, ഗാനിമേഡ്, അതുപോലെ തന്നെ കാലിസ്തോ ഇതില് ലൈഫ് യോഗ്യമായ സ്ഥലമാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു ത്രസ്റ്റിംഗ് കണ്ടീഷൻ പറയുന്നുണ്ട്. നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നിക്കൽ പോയിന്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. സോ എങ്ങനെയാണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നുള്ള കാര്യം. അപ്പം ബേസിക്കലി നമുക്ക് എന്താണ് 2 തരത്തിലുള്ള
ഗ്രാവിറ്റേഷൻ പുൾ ഉണ്ട് അല്ലെ. എർത്തിന്റെ ഗ്രാവിറ്റേഷൻ പുള്ളിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് അടുത്ത മൂണിന്റെ ഗ്രാവിറ്റേഷൻ പുള്ളാണ്. അപ്പൊ ഈ മൂണിന്റെ ഗ്രാവിറ്റേഷൻ പുൾ ഇപ്പൊ ട്രാജക്ടോറിയൽ ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ എജക്ഷൻ ആണ് നമ്മൾ സാധാരണ ഇത്തരം സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ആദ്യം എർത്തിന്റെ എന്താണ് ഈ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സിൽ നിന്ന് പുറത്തേക്ക് പോകും, അതിനുശേഷം മൂണിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൽ നിന്ന് പുറത്തേക്ക് പോകും. ഏകദേശം 2031 വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊജക്ട് ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതൊരു പ്രൊജക്ട് നടക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കും. ജൂസ് മിഷൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ആണ്. ഓക്കെ, ഇതിന് പറയുന്ന പേരാട്ടോ സ്ലിംഗ് ഷോട്ട് എഫക്ട്. നമ്മുടെ ആ ഒരു സ്ലിംഗ് ഷോട്ട് എഫക്ട് എന്ന് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ഗ്രാവിറ്റി ബ്രേക്ക് ചെയ്ത് പുറത്തു പോകുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഓൺ ദ റൈറ്റ് പാത്ത്. ഈ ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോയിന്റുകളും എ ഗ്രൗണ്ട് പ്ലാൻ ഫോർ സസ്റ്റൈനബിൾ മാസ് എംപ്ലോയ്മെന്റ്. ഇപ്പൊ നമ്മുടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പറ്റിയിട്ട് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ന്യൂസ് പേപ്പറിൽ വരാറുണ്ട്. സോ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏകദേശം ഒരു 12ഓളം വേ ഫോർവേഡുകൾ പറയുന്നു. വളരെ ഉപകാരപ്പെടുന്ന ഒരു ആർട്ടിക്കിൾ ആണ്, ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, സോ ഇതില് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സസ്റ്റൈനബിൾ എംപ്ലോയ്മെന്റ് ഗ്രോത്ത് എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പോൾ ഹയസ്റ്റ് റേറ്റ്സ് ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് കൂടുതൽ നടക്കുന്ന തമിഴ്നാട്, അതായത് സദേൺ ഇന്ത്യൻ സ്റ്റേറ്റുകളാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് അവർ ഓരോ പോയിന്റുകളായിട്ട് പറയുന്നു. ഓക്കെ, എങ്ങനെ തുടങ്ങണം? ഒരു ഡീസെൻട്രലൈസ്ഡ് കമ്മ്യൂണിറ്റി ആക്ഷൻസ് ജസ്റ്റ് ലൈക്ക് ഗ്രാമസഭ ആൻഡ് ബസ്തി സമിതിയിൽ നിന്ന്, നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് തുടങ്ങണം. എന്ത് തുടങ്ങണം? ഒരു സ്റ്റേറ്റ് പ്രോഗ്രാംസുകൾ സ്റ്റാർട്ട് ചെയ്യണം. ഒരു സ്കിൽ ആക്ടിവിറ്റീസ് നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? പഞ്ചായത്തിൽ നിന്ന് തുടങ്ങണം ഒരു സ്കിൽ ആക്ടിവിറ്റീസ്. ദെൻ സെക്കൻഡ് അവർ പറഞ്ഞിട്ടുള്ളത് വുമൺ പാർട്ടിസിപ്പേഷനെ പറ്റിയാണ്. വുമൺ പാർട്ടിസിപ്പേഷൻ കൂടുതൽ ലേബർ ഫോഴ്സിലേക്ക് വരണം. ഓക്കെ, പിന്നീട് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. കോഗ്നിറ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് നൽകുക, ഹെൽത്ത് ഓപ്പർച്യൂണിറ്റീസ്, സ്കില്ല്, ന്യൂട്രീഷൻ, ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ ആദ്യം പഞ്ചായത്തിൽ നിന്ന് അവരെ പഠിപ്പിക്കുക, അതിനുശേഷം അവർക്ക് സ്കിൽ ഇമ്പാർട്ട് ചെയ്യുക. സ്കില്ല് നൽകിയതിനു ശേഷം പിന്നീട് അടുത്ത തേർഡ് ഫോർം എന്താണ് പറയുന്നത്? നീഡ് ബേസ്ഡ് വൊക്കേഷണൽ കോഴ്സസുകൾ. ഓക്കെ, വീണ്ടും സ്കിൽ ഡെവലപ്മെന്റ് ആണ്, വൊക്കേഷണൽ കോഴ്സുകൾ നൽകുക. ദെൻ ഫോർത്ത് സ്റ്റാൻഡർഡൈസ്ഡ് നഴ്സിംഗ് അലൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് കോഴ്സസ് ഇൻ ഓൾ സ്റ്റേറ്റ്സ് അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. ദെൻ ഫിഫ്ത്ത്, ഓക്കെ, ഒരു കെയർ ഗിവൺ ഫെസിലിറ്റീസ്, വുമൻസിന്റെ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് മോഡൽസ് ഒക്കെ, ദാറ്റ് മീൻസ് എന്താണ് അമ്മ തൊട്ടിൽ പോലത്തെ പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് എൻഷുർ ചെയ്യുന്നില്ലാണ് പറയുന്നത്. ദെൻ സിക്സ്ത്, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ, ITI, പോളിടെക്നിക്കുകൾ പോലെയുള്ള സ്കിൽ ഡെവലപ്മെന്റ് കാര്യങ്ങൾ നൽകുക. അങ്ങനെ ഇതിൽ ഏകദേശം 12ഓളം പോയിന്റുകൾ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള കോ ഷെയറിംഗ് മോഡൽസുകൾ, അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽസ് സ്ട്രീംലൈൻ ചെയ്യാം, പ്രൊഫഷൻസിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പം എങ്ങനെയാണ് ജോബ് ഗ്രോത്ത് ഉണ്ടാക്കേണ്ടത് എന്ന് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഏകദേശം 12ഓളം പോയിന്റുകൾ. ഇപ്പൊ നമുക്ക് 12ഓളം പോയിന്റുകളൊന്നും ഒരിക്കലും ഒരു പ്രിലിംസിന് മെയിൻസിന് ആവശ്യമല്ല, ഏകദേശം ഒരു 5 പോയിന്റോ 6 പോയിന്റോ മതിയാവും. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വളരെ ഒരു സ്ട്രീം ലൈൻ ചെയ്തിരിക്കുന്ന പോയിന്റുകളുണ്ട്. ഇതിൽ പോയിന്റുകൾ മാത്രം നോട്ട് ഡൗൺ ചെയ്താൽ മതി. എക്സാമ്പിൾസ് ഒന്നും ഇതിനകത്തേക്ക് മാർക്ക് ചെയ്തിട്ടില്ല ഓൾറെഡി. സോ അതുകൊണ്ട് നിങ്ങൾ പോയിന്റുകൾ മാത്രം എന്ന് എഴുതിയെടുത്താൽ നിങ്ങൾക്ക് ആസ് എ വേ ഫോർവേഡ് ക്രിയേറ്റിംഗ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേ ഫോർവേഡ് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ദെൻ ദ റിഗ്രസീവ് ഗ്രോത്ത്. റിഗ്രസീവ് ഗ്രോത്ത് ഇപ്പം കൊൽക്കത്ത ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അത് ഏത് രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പൊ കൊൽക്കത്ത ഇഷ്യൂസ് വന്ന സമയത്ത് തന്നെ, വെസ്റ്റ് ബംഗാൾ ഇഷ്യൂ വന്ന സമയത്ത് തന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വുമൺ സേഫ്റ്റി എൻഷുർ ചെയ്യുക. രാത്രി സമയങ്ങളിലൊന്നും ഇവർക്ക് എന്ത് കൊടുക്കാൻ പാടില്ല, ജോലി കൊടുക്കേണ്ട ആവശ്യമില്ല തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വുമൻസിന്റെ ലേബർ പാർട്ടിസിപ്പേഷൻസ് വളരെ കുറയുക മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ നിലവിൽ തന്നെ വുമൺ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻസിൽ ഇൻ അർബൻ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 25.2% മാത്രമാണ്. ഇവിടുത്തെ പട്ടണങ്ങളിലാണെങ്കിൽ പോലും 25% മാത്രമാണ് വുമൻസിന്റെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. ഇനി വീണ്ടും ഇത്തരത്തിൽ ഇഷ്യൂസുകൾ വരികയാണ്, അതുപോലെ തന്നെ ആ ഒരു വർക്ക് ഏരിയാസിന്റെ അകത്തേക്കുള്ള സ്ട്രിഞ്ചന്റ് നോംസ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ലേബർ വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ വുമൻസിന്റെ വർക്ക് ഫോഴ്സിലേക്കുള്ള പാർട്ടിസിപ്പേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതിൽ ഓൾറെഡി വെസ്റ്റ് ബംഗാളിലേക്കുള്ള ഒരു പ്രോഗ്രാം ആട്ടോ റിട്ടയർ ഷാദി എന്ന് പറഞ്ഞിട്ടുള്ളത്, ഹെൽപ്പേഴ്സ് ഓഫ് ദ നൈറ്റ്, ദാറ്റ് മീൻസ് സെപ്പറേറ്റ് റെസ്റ്റ് റൂംസുകൾ, ടോയ്ലറ്റ്സ് ഫോർ വുമൻസ്, സേഫ് സോണുകൾ, CCTV, സ്പെഷ്യൽ മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെസ്റ്റ് ബംഗാളിലുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, ആസ് പെർ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുകയാണെന്നുണ്ടെങ്കിൽ 2022 റിപ്പോർട്ടുകൾ മാത്രം ഏകദേശം 4.4 lakh കേസസ് ഓഫ് ക്രൈംസ് അഗെയിൻസ്റ്റ് വുമൻസ് വേർ രജിസ്റ്റേർഡ്. നാലിക്കണം 2022 മാത്രമായിട്ട് 4.5 ലക്ഷത്തോളം കേസുകളാണ് വുമൻസിനെതിരെയുള്ള
അറ്റാക്കിംഗ് ആയിട്ട് അല്ലെങ്കിൽ ആക്രമണങ്ങളായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞ ക്ലാസ് വേ ഫോർവേഡ് നമ്മൾ കാര്യങ്ങളൊക്കെ സ്ട്രിഞ്ചന്റ് ആക്കുന്നതിനെക്കാട്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം. ഈ സൊസൈറ്റിയുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക, കൂടുതലും അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ വുമൻസിനെ ലേബർ ഫോഴ്സ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ ഒഴിവാക്കുന്നതിന് പകരമായിട്ട് എന്താണ് മെയിൽ കൗണ്ടർ പാർട്സിനെ കൂടുതലും അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ചെറുപ്പത്തിൽ തന്നെ അവരുടെ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്നിരുന്നാൽ മാത്രമാണ് ഈ ഒരു വുമൻസിനെതിരെയുള്ള വയലൻസ് കുറക്കാൻ സാധിക്കുകയുള്ളൂ. മെയിൽ കൗണ്ടർ പാർട്ടിനെ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ആ സൊസൈറ്റിയുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു കാരണവശാലും നിയമങ്ങൾ കൊണ്ട് ഒന്നും ഗ്രോത്തിലേക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല, ലിമിറ്റേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ വെസ്റ്റ് ഏഷ്യ ക്രൈസിസ് ഫെൽ ത്രൂ ചോയ്സ് ഫോർ ചൈന റഷ്യ. അത്ര ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിളാണ്, എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. നമുക്ക് ഈ ഇന്നത്തെ ദിവസം ആ ആർട്ടിക്കിൾ ഞാൻ എടുത്തിട്ടില്ല. ദെൻ നെക്സ്റ്റ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിയിലേക്കാണ്. ഈ ആർട്ടിക്കിൾ നോക്കുകയാണെങ്കിൽ ക്രിയേറ്റിംഗ് എംപ്ലോയ്മെന്റ് ഇൻ ലോങ് റൺ. ഇത് കുറച്ചുകൂടി എന്താണ് നിങ്ങൾ UPSC പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ആൻസേഴ്സ് കൊടുക്കാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇപ്പൊ ലോങ് ടേമിലേക്ക് എങ്ങനെ നമുക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പം ഇതില് പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചാൽ കുട്ടികളൊക്കെ കൂടുതലും റിലൈ ചെയ്യുന്നത് ഗവൺമെന്റ് എക്സാംസിനും കാര്യങ്ങളൊക്കെയാണ്. ജോബ് ഗ്രോത്ത് ഇവിടെ കുറവാണ്. ഏകദേശം 2 കോടി ജോബ്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഗവൺമെന്റ് അത് സാധിക്കുന്നില്ല. ഇവൺ ലഭിക്കുന്ന ജോബുകളാണെങ്കിൽ പോലും ഒരു പ്രോപ്പർ സ്റ്റാൻഡേർഡ്സുകൾ ഫോക്കസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കൂടുതലും ആളുകൾ പുറത്തേക്ക് പോകുന്നത്. ഇവിടെ RBIയുടെ റിപ്പോർട്ടുകളൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. RBIയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം ബൾക്ക് ഓഫ് ദ ജോബ് ക്രിയേഷൻ ഈസ് ഫ്രം ദ പീപ്പിൾ മൂവിംഗ് ഇൻ ടു അഗ്രികൾച്ചർ സെൽഫ് എംപ്ലോയ്മെന്റ്. അപ്പം യൂത്ത് എങ്ങോട്ടേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? 46% വർക്ക് ഫോഴ്സ് എംപ്ലോയ്മെന്റ് ഒക്കെ നമ്മളിപ്പം അഗ്രികൾച്ചറിലേക്കാണ്. വേറെ വർക്ക് ഒന്നും ഇവിടെ അവൈലബിൾ ആയില്ല. അപ്പം എങ്ങനെയാണ് ഒരു ലോങ് ടേം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇവൻ ദോ നമ്മൾ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് AI വെച്ച് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ജോബ് ക്രിയേഷൻ കുറയും. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റ് കൊണ്ടുവന്നൊരു പ്രോഗ്രാമാണ് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ്. അതായത് നിങ്ങൾ ഹ്യൂമൻ എംപ്ലോയീസിന് ജോലിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പൊ 10K സാലറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2K ഗവൺമെന്റ് എന്ത് കൊടുക്കും? സബ്സിഡി കൊടുക്കും. 8K മാത്രം കൊടുത്താൽ മതി. കാരണം കൂടുതലും കമ്പനീസ് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഇപ്പം AI ഡ്രിവൺ ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനാണ്. അപ്പൊ അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ്സ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് ഒക്കെ ഒരു ഫ്ലോഡ് സ്ട്രക്ചർ ആണ്, അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നൊക്കെയാണ്. ഈ ആർട്ടിക്കിൾ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കാൻ ശ്രമിക്കുക, ഈ ആർട്ടിക്കിൾ. അപ്പൊ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എംപ്ലോയ്മെന്റ് ആണ്. എംപ്ലോയ്മെന്റിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഈ 2 ആർട്ടിക്കിളും ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഓരോ ദിവസവും ഹിന്ദു ന്യൂസ് പേപ്പറിൽ എന്തെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം മൈഗ്രേഷൻ ആയിരുന്നു, ഈ ദിവസം എംപ്ലോയ്മെന്റിലേക്ക് എത്തിയിരിക്കുന്നു. നെക്സ്റ്റ് ഓൺ ദ എഥനോൾ ബ്ലെൻഡിങ് പ്രോഗ്രാം. ഇത് പ്രിലിംസിനും മെയിൻസിനും ഒക്കെ ഇമ്പോർട്ടന്റ്. അപ്പം എഥനോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്, എഥനോൾ ബ്ലെൻഡിങ് പ്രോഗ്രാം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കാർബൺ എമിഷൻസ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പെട്രോളുമായിട്ട് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ പെട്രോൾ ഇമ്പോർട്ട് കൂടുകയാണ്. അത്യാവശ്യം നല്ലൊരു ആർട്ടിക്കിൾ കേട്ടോ, നിങ്ങൾ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ ശ്രമിക്കുക. കാരണം UPSC എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയാസ് ആണ്, GS പേപ്പർ 3 ചോദിക്കുന്നതാണിത്. അപ്പൊ ഇവിടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഥനോൾ ബ്ലെൻഡിങ്. ഇപ്പൊ പെട്രോളിന്റെ കൂടെ നമ്മൾ എഥനോൾ ബ്ലെൻഡ് ചെയ്യും. അപ്പൊ പെട്രോൾ കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എഥനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൊളാസസിൽ നിന്നും അതുപോലെ തന്നെ ഷുഗർ കെയിൽ നിന്നുള്ള ഏറ്റവും വേസ്റ്റിൽ നിന്നാണ് എഥനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു എഥനോൾ നമ്മൾ പെട്രോളായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു 80-20% മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്രോൾ ഇമ്പോർട്ടുകൾ കുറക്കാൻ പറ്റും. ഒന്നാമത്തെ പോയിന്റ്. അങ്ങനെ ഇമ്പോർട്ട് കുറക്കാൻ പറ്റും. സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് പെർ ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ബില്യൺസിന്റെ അടുത്ത് വരെ GDP-യിലേക്കുള്ള നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻസുകൾ കുറക്കാൻ പറ്റും. അതായത് പ്യൂർ ആയിട്ട് പെട്രോൾ കത്തുന്നതിന് പകരമായിട്ട് എഥനോളും കൂടി മിക്സ് ചെയ്തതിനു ശേഷം പെട്രോൾ നമ്മൾ വാഹനങ്ങളിലേക്കൊക്കെ ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു എഥനോൾ മിക്സിങ്, അപ്പം എഥനോൾ ഇന്ത്യയിൽ ആവശ്യമായിട്ടുള്ള എഥനോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സഫീഷ്യന്റ് ആയിട്ടുള്ള മൊളാസിസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ വീണ്ടും എന്ത് ചെയ്യാണ്? ഇന്ത്യ വീണ്ടും ഇമ്പോർട്ട് ചെയ്യണം. എന്തിനാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ എഥനോൾ മിക്സിങ്, എഥനോൾ എന്താണ് പ്രൊഡക്ട്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഏകദേശം ഒരു 40,000 crores അറൌണ്ട് ലിറ്റേഴ്സ്, 760 crores ലിറ്റേഴ്സോളം നമ്മൾ 2026 കൂടി ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇന്ത്യ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ എഥനോൾ മിക്സിംഗ് ആണ് ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. പെട്രോൾ പ്ലസ് എഥനോൾ മിക്സിംഗിലൂടെ നമുക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറക്കാൻ പറ്റും, പെട്രോൾ ഇമ്പോർട്ട് കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഥനോൾ നമ്മൾ കൂടുതലും ബൾക്കായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് എഥനോൾ നാച്ചുറൽ, പേര് നോക്കട്ടെ, എഥനോൾ നാച്ചുറൽ ENA നമ്മൾ ലിക്കേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ENA. ഓക്കെ, അപ്പൊ കൂടുതലും എക്സ്ട്രാ നാച്ചുറൽ ആൽക്കഹോൾ ENA കേട്ടോ. അപ്പൊ ഈ എക്സ്ട്രാ നാച്ചുറൽ ആൽക്കഹോൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഥനോൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക.
കൂടുതലും ആൽക്കഹോളിൽ ഉപയോഗിക്കുന്നത് എത്തനോൾ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടുതൽ യൂസ് ചെയ്യും. അപ്പൊ പിന്നീട് മറ്റൊരു കൺസേൺമെന്റ് ഉള്ളത്, കൂടുതലും എത്തനോളിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഷുഗർ കെയിനും അതുപോലെ തന്നെ ഈ മൊളാസസ് എന്താണ് ഈ ഒരു കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒരു ടൈപ്പ് ക്രോപ്സ് ആണ്. എന്ത് ടൈപ്പ് ക്രോപ്സ് ആണ്? വാട്ടർ ഇന്റൻസീവ് ആയിട്ടുള്ള ക്രോപ്സ് ആണ്. അപ്പൊ വാട്ടർ ഇന്റൻസീവ് ആയിട്ടുള്ള ക്രോപ്പ് ആയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്? കൂടുതൽ ഗ്രൗണ്ട് വാട്ടർ നമ്മൾ എന്തിനു ഉപയോഗിക്കും? ഈ അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് ഉപയോഗിക്കും. അപ്പം ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലേഷൻസ് കൂടുതലും അവിടെ നടക്കാൻ സാധ്യത. അപ്പം ഇത്രയും ഒരുപാട് പോയിന്റ് നമ്മൾ അഗ്രികൾച്ചറിനെ കണക്ട് ചെയ്തു, അതുപോലെ തന്നെ എക്കണോമിയെ കണക്ട് ചെയ്തു. അതുകൊണ്ട് ഇത്തരം ആർട്ടിക്കിൾസ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും വിടാൻ പാടില്ല. തീർച്ചയായിട്ടും യു പി എസ് സിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് എത്തനോൾ പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ. കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറക്കാൻ സാധിക്കുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഹൗ ബ്ലഡ് ബേസ്ഡ് ടെസ്റ്റ് ഫോർ ക്യാൻസർ സ്ക്രീനിങ് കുഡ് സേവ് ലൈഫ്സ്. ഇവിടെ രണ്ട് ടൈപ്പ് ടെസ്റ്റുകളെ പറ്റി പറയുന്നത് മാത്രമേ ഉള്ളൂ. MCED ടെസ്റ്റും പിന്നെ ലോക്കൽ നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകൾ. അപ്പൊ ക്യാൻസർ സെല്ലുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, ഇപ്പൊ ക്യാൻസർ ഗ്രോത്തുകൾ, അതായത് സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള മോർട്ടാലിറ്റി ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് ക്യാൻസർ മൂലമാണ്. ഓക്കെ, അപ്പൊ ക്യാൻസർ സാധാരണ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് സെൽസുകൾ അല്ലെങ്കിൽ ബ്ലഡ് കളക്ട് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് നടത്തും. ബ്ലഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്താണ് നമുക്ക് ഈ ക്യാൻസർ സെല്ലുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ നടക്കുന്ന മറ്റൊരു ടെസ്റ്റിംഗ് ആണ് മൾട്ടി ക്യാൻസർ ഏർലി ഡിറ്റക്ഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് മീൻസ് ക്യാൻസർ സിഗ്നൽസിന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ആ സെല്ലിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോഗ്രാമാണ് MCED ടെസ്റ്റുകൾ. അപ്പൊ ഈ MCED ടെസ്റ്റ് പലപ്പോഴും FDA, അതായത് നമ്മുടെ US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ MCED അംഗീകരിച്ചിട്ടില്ല. കാരണം MCED ഒരുപാട് എറേഴ്സുകൾ സംഭവിക്കും. MCED ഒരുപാട് എറേഴ്സുകൾ സംഭവിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റിന്റെ അകത്ത് എന്ത് നടക്കില്ല? ഡിറ്റക്ഷൻ നടക്കില്ല. ഒരു ക്യാൻസർ നടന്നിരിക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ ബ്ലഡ് ടെസ്റ്റിൽ പലപ്പോഴും നമുക്ക് ഡിറ്റക്ഷൻ നടക്കില്ല. അതുപോലെ തന്നെ MCED ആണെങ്കിൽ എറർ ഡിറ്റക്ഷൻ നടക്കും. അപ്പൊ ഇവിടെ ആസ് എ വേ ഫോർവേഡ്, ഇപ്പൊ ക്യാൻസർ ഡിറ്റക്ഷൻ രണ്ട് മെത്തേഡ് എന്താണെന്ന കാര്യങ്ങളൊന്നും നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഈ മെത്തേഡ്സുകൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇന്ത്യയിൽ എങ്ങനെയാണ് ക്യാൻസറിന്റെ, നമുക്ക് എക്സാമ്പിൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെ മാത്രമേ എഴുതാൻ പറ്റും. ഇന്ത്യയിൽ ക്യാൻസർ ഉണ്ടാകുന്ന മോർട്ടാലിറ്റി അറൌണ്ട് ഇത്ര 4.6% അല്ലെങ്കിൽ 14% എന്നുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഈ ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കമ്പൈൻ ചെയ്ത്, ട്രഡീഷണൽ മെത്തേഡും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് മെത്തേഡും കമ്പൈൻ ചെയ്ത് നമുക്ക് ടെസ്റ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഏർലി ഡിറ്റക്ഷൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബിസിനസ് പേജിലേക്ക് വരുന്ന സമയത്ത്, abandoning inflation targeting could be counterproductive. That means inflation based targeting മോണിറ്ററി പോളിസി കമ്മിറ്റി, RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി ആണ് 4% പ്ലസ് ഓർ മൈനസ് 2% ആണ് നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ, കോർ ഇൻഫ്ലേഷൻ. നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ആണ്. ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ അത് എന്ത് പെടുന്നുണ്ട്? ഫുഡ് ഐറ്റംസ് പെടുന്നുണ്ട്. അപ്പൊ ഫുഡ് ഐറ്റംസ് ഭയങ്കര വോളട്ടൈൽ ആണ്. വോളട്ടൈൽ ആകുന്ന സമയത്ത് പ്രൈസ് ഫ്ലക്ച്വേഷൻ നടക്കും. അപ്പം അത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഹെഡ്ലൈൻ ഇൻഫ്ലേഷനകത്തുള്ള മറ്റ് പല സെക്ടേഴ്സുകളുണ്ട്. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത്, ഈ ഒരു ഇൻഫ്ലേഷനെ ബേസ് ചെയ്ത് നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കും ഈ മറ്റ് ഏരിയാസിനെയും കൂടി ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോർ ഇൻഫ്ലേഷൻ ആയിട്ട് ഉപയോഗിക്കണം. ഇപ്പൊ ഇവിടെയും പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് അബാൻഡൻ ചെയ്യുന്നത് ഒരു കൗണ്ടർ പ്രൊഡക്റ്റീവ് ആണ്. അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്, കഴിഞ്ഞ ഒരു ന്യൂസ് അനാലിസിസ് പറഞ്ഞ കാര്യമാണ്. ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്താണ്, കോർ ഇൻഫ്ലേഷൻ എന്താണെന്ന കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. അത് സെയിം കണ്ടീഷൻ ഇവിടെ CPI ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, CPI ഇൻഫ്ലേഷൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ബേസിക്കലി എന്താണ്, നമ്മുടെ ഈ ഫുഡ് ഇൻഫ്ലേഷനൊക്കെ പെടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, CPI ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് അറിയില്ല, CPI ഇൻഫ്ലേഷൻ എന്ന് പറയും, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അപ്പൊ കൺസ്യൂമർ ബാസ്ക്കറ്റിന് ബേസ് ചെയ്യണം. അപ്പോൾ ഒരു കൺസ്യൂമർ ബാസ്ക്കറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസ് ഏറ്റവും കൂടുതൽ എന്തൊക്കെയാണെന്നുള്ള ബേസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്മളൊരു ബാസ്ക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് എന്തായാലും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് അതിനകത്ത് ഫുഡ് ഐറ്റംസ് ആയിരിക്കില്ല കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. സോ അതിന് ബേസ് ചെയ്യാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഓക്കെ, ഇപ്പൊ ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ബാസ്ക്കറ്റ് എടുക്കുകയാണെന്ന് എന്തൊക്കെ ഉണ്ടായിരിക്കും? ഫുഡ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ വണ്ടി ഓടിക്കാനുള്ള പെട്രോൾ ഉണ്ടായിരിക്കും, അല്ലെ, ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള മറ്റു കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അപ്പൊ ഇതാണ് കൺസ്യൂമർ ബാസ്ക്കറ്റ് എന്നുള്ളത്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ബേസ് ചെയ്താണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സുകൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തായാലും കൂടുതൽ ഉണ്ടാകുന്നത് ഫുഡ് ഐറ്റംസ് ആയിരിക്കില്ലേ കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ CPI ഇൻഫ്ലേഷൻ ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും എന്തിനെ ഫോക്കസ് ചെയ്യുക? ഫുഡ് ഐറ്റംസിനെ ഫോക്കസ് ചെയ്യും. ഫുഡ് ഐറ്റംസ് ഭയങ്കര വോളട്ടൈലാണ്. വോളട്ടൈലാകുന്ന സമയത്ത് ഇതിനെ ബേസ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റെല്ലാ സെക്ടേഴ്സിനെയും ബാധിക്കുന്നതായിരിക്കും. അപ്പൊ കാരണം MPC ടോട്ടൽ ആയിട്ടാണ്, കോർ ഇൻഫ്ലേഷൻ അല്ലെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ആവേണ്ട. നമ്മൾ എക്കണോമിക് ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ഇൻഫ്ലേഷൻ നമ്മൾ പഠിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ അല്ല, ഇതിൽ ഒരേ ഒരു കാര്യം മാത്രം നോക്കുക, റെട്രോ റെസ്പെക്റ്റീവ് ടാക്സേഷൻ സിസ്റ്റം എന്താണ്. ഓക്കെ, സോ എന്താണ് റെട്രോ റെസ്പെക്റ്റീവ് ടാക്സ് സിസ്റ്റം? ആ ഒരു കാര്യങ്ങൾ മാത്രം നോക്കുക. ഇവിടെ മൈൻഡ് സെക്ടേഴ്സിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അതൊന്നും നിങ്ങൾ നോക്കണ്ട. എന്താണ് റെട്രോ റെസ്പെക്റ്റീവ് ടാക്സ് എന്നുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ഡൗൺ ചെയ്യും. അത് ഗൂഗിളിൽ നോക്കിയാൽ മതി.
ഓക്കെ. That's for the day now. ഓക്കെ, അറൗണ്ട് മാക്സിമം എല്ലാ ആർട്ടിക്കിൾസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ സ്പീഡ് കൂടി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് കേൾക്കാൻ ശ്രമിക്കാം. നമ്മൾ മാക്സിമം ആർട്ടിക്കിൾസ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നാളെ മറ്റൊരു ന്യൂസ് പേപ്പർ ആയിട്ട് കാണാം. താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.